ആരോടും മനോഹരമായി സംസാരിക്കുവാനുള്ള കഴിവ് ജീവിതത്തിൽ വളരെ വിലപ്പെട്ട കഴിവുകളിൽ ഒന്നാണ്. നല്ല സംസാരശൈലിയുള്ള ആളുകളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവർക്ക് എവിടെയും സ്വീകാര്യതയുണ്ട്. അത് സ്വന്തം കുടുംബത്തിലായാലും സമൂഹ ബന്ധങ്ങളിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും നല്ല സംസാരമാണ് ബന്ധങ്ങളെ ശക്തമാക്കുന്നത്. മനോഹരമായി മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള കഴിവ് കിട്ടുവാൻ എന്തു ചെയ്യണം? അതിനെക്കുറിച്ച് ഒരു ടിപ്സ് നോക്കാം നമുക്ക്. എന്തു പറയുന്നു? ആദ്യമായി ഒരാൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുവാനുള്ള ശീലം നമ്മൾ വളർത്തണം. നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർ സംസാരിക്കുന്നതും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ പറയുന്ന വാക്കുകൾക്കിടയിൽ പെടാതെ ക്ഷമയോടെ കേൾക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള വിശ്വാസം വർദ്ധിക്കും. നല്ലൊരു ശ്രോതാവായാൽ മാത്രമേ നല്ലൊരു സംസാരകനാകാൻ കഴിയൂ. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൃദുവായ ഭാഷയാണ്. കഠിനമായ വാക്കുകളും കടുപ്പമുള്ള ശൈലികളും ആളുകളെ വേദനിപ്പിക്കും. വളരെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ പറയുവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നന്ദി, ക്ഷമിക്കണം, ഇത് എല്ലാം ചെറിയ വാക്കുകളാണ്, എന്നാൽ ഇത് സംസാരത്തെ വളരെ മനോഹരമാക്കും. മൂന്നാമതായി സ്വരശബ്ദം. വളരെ ഉയർന്നാലും വളരെ താഴ്ന്നാലും സംസാരത്തിൻ്റെ സൗന്ദര്യം കുറയും. ശാന്തവും വ്യക്തതയുമായ ശബ്ദത്തിൽ സംസാരിക്കുവാൻ എപ്പോഴും ശ്രമിക്കണം. കോപത്തോടെ സംസാരിക്കുന്നത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് കാരണമാവും. മുഖഭാവവും ശരീരഭാഷയും ശ്രദ്ധിക്കണം. പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ഒരാളെ ആരും ഒഴിവാക്കില്ല. കണ്ണുകളിലേക്ക് നോക്കി തല കുനിക്കാതെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കണം. ശരീരഭാഷ സംസാരത്തിൻ്റെ അർത്ഥം കൂടുതൽ ശക്തമാക്കും. മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ പഠിക്കുക. നമ്മൾ സംസാരിക്കുന്നത് ആരോടാണെങ്കിലും അവരെ വിലമതിക്കണം. അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ അംഗീകരിക്കണം എന്ന് മാത്രമല്ല, ആദരവോടെ കേൾക്കണം. അപമാനിക്കുന്ന വാക്കുകളാൽ ഒരിക്കലും അവരോട് സംസാരിക്കരുത്. വികാരങ്ങൾ നിയന്ത്രിക്കുവാൻ പഠിക്കണം. ദേഷ്യം, അസൂയ, നിരാശ തുടങ്ങിയവ സംസാരത്തിൽ വന്നാൽ ബന്ധങ്ങൾ തകരും. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം പറയുക. ശാന്തമായ മനസ്സോടെ കേൾക്കുക. നമ്മൾ വാക്കുകൾക്ക് സൗന്ദര്യവും ശക്തിയും ഉണ്ടാവും. കൃത്യമായി പറഞ്ഞാൽ സംസാരശൈലി നല്ലതല്ലെങ്കിൽ അത് നിലനിൽക്കില്ല. ഉള്ളത് തുറന്ന് സ്നേഹത്തോടെയും സത്യസന്ധമായോടും പറഞ്ഞാൽ ആളുകൾ നമ്മളെ വിശ്വസിക്കും.